Hello guys, welcome to Darish Talks. പള്ളിയിൽ നോമ്പ് തുറ ഗൈസ്. പള്ളിയിൽ നോമ്പ് തുറ അടിപൊളിയായിട്ട് നോമ്പ് തുറ സ്റ്റാർട്ട് ചെയ്ത് ഇന്നത്തെ വ്ലോഗ് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും അൺഎക്സ്പെക്ടഡ് ആൻഡ് ക്രേസി ആയിട്ടുള്ള വ്ലോഗാണ്. അതെ, ഹലോ ഗൈസ്, വെൽക്കം ടു ദാരിഷ് ടോക്സ്. അപ്പൊ ഇന്ന് അടിപൊളിയായിട്ട് നോമ്പ് തുറയിലേക്ക് പോവാൻ പോവാണ്. അപ്പൊ അല്ല അടിപൊളിയായിട്ട് നമ്മള് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടും അപ്പൊ ഇന്ന് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. ഞാനൊരു ലൈവ് സെഷന്റെ നടുക്കായിരുന്നു. അന്നേരമാണ് ചെക്കന്മാരെ വിളിക്കുന്നടാ നോമ്പ് രണ്ട് ബേമ്പ. അന്നേരം തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിക്ക്. അപ്പൊ പള്ളിയിൽ നിന്നാണ് നോമ്പുറ, കണ്ണങ്കര പള്ളിയിൽ നിന്ന് നമ്മളെന്തായാലും നോമ്പറിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുക. എന്നിട്ട് ഇന്നത്തെ നോമ്പുറ അടിച്ച് പൊളിച്ച് തിമിർക്കാൻ പോകുന്നു. സബാട്ടി ഞാനും ഷെൽബിനുമാണ് നമ്മൾ വന്നത്. വണ്ടിമേല് വന്ന ഫുഡേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മളെ സാധനങ്ങൾ കേട്ടോ. ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആക്കി. സഫർക്കാണ്ട് നമ്മളെ പേര് ഇന്നത്തെ നോമ്പ് നമ്മൾ അടിച്ചു പൊളിക്കില്ല. പിന്നെ അല്ല അടിച്ചു പൊളിച്ചിരിക്കും. വാ മോളേക്കോ. അയ്യോ ചോറ് നൈസ്. മന്തിയല്ല ബീഫ് സുർബിയാൻ ഭയങ്കര വെറൈറ്റി ഡിഷ് ഒക്കെയാണ് ഗൈസ് ഇന്നത്തെ നോമ്പർക്ക്. അടിപൊളി. ഷെഫാണ് ഗൈസ്. കരച്ചിലൊന്നും വരുന്നില്ല. ഉള്ളി ഞാനൊക്കെ ഉള്ളി ജസ്റ്റ് ഇതെന്താ ബീഫാ? ക്ലോസപ്പ് എടുക്കട്ടോ. എന്റെ പേര് മുഹമ്മദ് അലിക്കാണ്ട്. ഇത് എത്ര മണിക്കൂർ കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡിഷാ ഇത്? ഫുള്ള് 4 മണിക്കൂർ കൊണ്ട്. അടിപൊളി. അങ്ങോട്ടോ എല്ലാരും കാണിക്കും. നമ്മളെല്ലാ സാധനവും ലോറിയിലേക്ക് കയറ്റാൻ പോവാണ്. ഇതാണ് നമ്മുടെ സാധനം. അങ്ങോട്ട് വാ. ഇതാണ് പാൽക്കാവ. അപ്പൊ ഗൈസ് ഇതാണ് പാൽക്കാവ. ഇതെന്താ സാധനം? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കുളിക്കാണ്. പാത്രം കേൾക്കാണ്. മൊയ്തീൻകാണ്ട് ഇവിടെ. പിന്നെ മൊയ്തീൻക ഇന്നത്തെ നോമ്പ് നമ്മൾ അടിച്ചു പൊളിക്കില്ല. ഇന്നത്തെ വ്ളോഗ് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി വ്ളോഗായിരിക്കും. എഡിറ്റിങ്ങും ക്യാമറയും എല്ലാം സൂപ്പർ ആയിരിക്കും. എല്ലാവരും എന്റെ വരെ കാണണം ഇന്നത്തെ വ്ളോഗ്. മുമ്മാലിക്കാണ്. അപ്പൊ മുമ്മാലിക്ക് ഇട്ടാത് ഇവരെല്ലാരും കൂടി ആട്ടോ ഇന്നത്തെ ഡിഷസ് ഫുൾ ഉണ്ടാക്കി. ഇന്ന് എന്തൊക്കെയാണല്ലോ നിങ്ങളൊന്ന് വിവരിച്ച് പറയും. ഞാൻ ഈ ചിക്കൻ ഇസ്റ്റ്, ബീഫ് ഇസ്റ്റ്, പിന്നെ ഇതെന്തായാലും പാൽക്കാവ ഗൈസ്. കണ്ണച്ചത്തി ഇതെന്താണോ? ചിക്കൻ പൊരിച്ച വരുന്നുണ്ട്. ഓക്കെ ഇതാണ് ഗൈസ്. ഇതൊക്കെ ഉണ്ട് ഗൈസ്. ഒരു ക്ലോസപ്പ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ചിക്കനാണ്. ഫുൾ കോഴി നിറച്ചതാട്ടോ. ഒരു 4-5 കോഴി ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മളെ നോമ്പുറ ഇവിടുന്നാണ് സംഭവങ്ങളൊക്കെ റെഡി ആക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്താട്ടോ ഫുള്ള് സാധനം. ഇതെന്താ പട്ടിന്റെ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് അറിഞ്ഞൂടാ. പിന്നെ ഇതിന്റെ അകത്താണ് നമ്മളെ സാധനം മുഴുവൻ ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വണ്ടിയിലാട്ട് ഇറങ്ങും. 200 ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ ലൈവ് ചാറ്റിൽ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ബിഗ് ഷൗട്ട് ഔട്ട് യു ഗൈസ്. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് വ്ളോഗിൽ വരുന്നത്. നമ്മള് ലോറിയിൽ നമ്മളെ സാധനം ഫുള്ള് ലോഡ് ചെയ്തിട്ട് അങ്ങനെ കണ്ടതിൽ ഏറ്റവും വലിയ നോമ്പറാണത്. ബീഫ് സുർബിയാൻ ഒരു കൺസെപ്റ്റ് ഒന്നും അന്നില്ല. ഇന്നത്തെ നോമ്പറാണ്. അതെ, അടിച്ചു പൊളിക്കും. നമ്പർ കൊടുത്തില്ല, ഇനി ഫേക്കാ. അപ്പൊ ഗൈസ് നമ്മള് ലോറിയുടെ ബാക്കില് ഗൈസ് നമ്മൾ 3 പേര് ലോറിയിലും ബാംഗ്ലൂര് ഭരിച്ചിരുന്ന ചെക്കന്മാരാണ് നമ്മളെ നാട്ടിൻ പുറത്ത് വന്നിട്ട് സ്കൂട്ടിമേൽ വരുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ മോനെ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? ഒരുപാട് സുഹൃത്തുക്കളെ ഗൾഫ് രാജ്യത്തായി പോയി. അതെ, എല്ലാരും ഓൾ അറൗണ്ട് ദ വേൾഡ് നിങ്ങൾ കണ്ടോളി. വിട്ടുപിരിഞ്ഞു പോയി കുറെ. കേരളത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി ഒരു വെട്ടുവീഴ്ചയിലാണ്. നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ നോമ്പർ നമ്മള് അടിച്ചു പൊളിക്കാൻ പോകുന്നു ഗൈസ്. എല്ലാരും ലൈവ് ഫുള്ള് ആണ്. പിന്നെ ലൈവ് ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യും. ഇന്നത്തെ നോമ്പർ നമ്മളിതാ കണ്ണങ്കര ടൗണിലെത്തിക്ക്. നമ്മളെ നാട്ടിലെ മൃദുലമായ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. മൃദുൽ എൻഡോവർ. പിന്നെ അതാ മോഡിഫൈഡ് വണ്ടി.
ശരിയായ വണ്ടി. നമ്മളിതാ നമ്മളെ ഇച്ചന്നൂർ ജുമാ മസ്ജിദ് എത്തിക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ നോമ്പറ. നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ നോമ്പറയും കാര്യം. ഷെബുക്കൊക്കെ വന്നെങ്കിൽ അസ്സലാമു അലൈക്കും. ഷെഗൊക്കെ ഉണ്ട്. ഇന്നത്തെ നോമ്പർ നമ്മൾ അടിച്ചു പൊളിക്കും ഗൈസ്. സ്വീകരിച്ച് വന്നാണ്. എന്താണ് പേര്? സൂര്യ എന്നാണ് പേര്. സൽമാൻ ഖാൻ. എന്താ യെസ്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ വിപുലമായ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി നമ്മളെ ജുമാ മസ്ജിദിലുള്ള ആൾക്കാർ, പള്ളി കമ്മിറ്റിക്കാർ നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ. ഓടുന്നവരൊന്നും എടുക്കണ്ട. അപ്പൊ ഗൈസ് ഇവിടുന്നാണ് നമ്മളെല്ലാവരും നോമ്പ് തുറക്കാൻ പോകുന്നത്. ഇന്നത്തെ നോമ്പുറ അടിപൊളിയായിരിക്കും ഇൻഷാല്ല, സെറ്റാക്കട്ടെ. പിന്നെ ഇന്നത്തെ നോമ്പുറൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതാണ് നമ്മളെ പള്ളി. നമ്മളെ മഞ്ഞ വത്തക്കൻ്റെ ജ്യൂസാണ്. നല്ല അടിപൊളി ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ആഷിക്കാട് ഓൾ ഇൻ ഓൾ. അസ്സലാമു അലൈക്കും. എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ നോമ്പ് നമ്മൾ അടിച്ചു പൊളിക്കൂലേ? അത് മാത്രമേ പറയാം. ഓക്കെ, ഉഷാറാക്കണം. ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ നോമ്പ് നല്ല അടിപൊളി ആവാൻ പോകുന്നത്. എന്തായാലും എന്നാ അങ്ങോട്ട് വാ. ഇനി എക്സൈറ്റഡ് അല്ലേ? ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ്. നല്ല അടിപൊളിയായിട്ട് ഇന്ന് അത്രയും ജനം വരുമെന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ഓലൊക്കെ ഉൾപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ വ്ളോഗ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് എടുക്കും. ഇതൊക്കെ എന്താ കേൾക്കാൻ വെച്ചാൽ തോന്നില്ല. ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പള്ളീൻ്റെ ഉള്ളിലും ഉണ്ട് ചെക്കന്മാർ. ചെക്കന്മാർ അതിൻ്റെ ഉള്ളിലുണ്ട്. ഓലെ കാണിക്കും. അപ്പോൾ ഓലൊക്കെ ഇത് നോമ്പ്. അപ്പോൾ ഇന്നത്തെ നോമ്പറ ഹയറായിട്ട് നടക്കട്ടെ. മക്കളെ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആരോഗ്യ ആയുസ്സും കൊടുക്കട്ടെ. എല്ലാ മക്കളും നമ്മളെ മക്കളാണ്. ബാക്കിയുള്ള കുറച്ചും കൂടി മക്കൾ വരാണ്ടല്ലോ. ഇവിടെ ഫോൺ വെച്ചിട്ട് എടുക്കാനുള്ള പുതിയ സാധനമാണ്, വെറൈറ്റി സാധനമാണ്. 2026 ഇതുവരെ എല്ലാവരും പ്രവർത്തിക്കാത്ത തുറവാണ്. ഹായ് പറഞ്ഞു. ഹായ്. ഓക്കെ. എന്താണ് നിങ്ങളുടെ പേര്? അബ്ദുറഹ്മാനാണ്. അപ്പോൾ നമ്മളെ കണ്ണങ്കരയിൽ ഇത്രയും വലിയൊരു നോമ്പർ ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? അതെ, റിജാസ് ഖാൻ. അപ്പൊ ഇന്ന് നോമ്പർ കണ്ണങ്കരയിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി നോമ്പറാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്താണ് പറയാ? നമ്മള് ഏകദേശം ഒരു 150-200 ആളെയൊക്കെ പ്രതീക്ഷിക്കുന്ന നോമ്പറാണ്. ഫുഡ് അടിക്കാനല്ലോ വന്ന്? ഫുഡ് അടിക്കാനാണല്ലോ സ്വാഭാവികമായിട്ടും. ഓക്കെ, നമ്മളെ പള്ളിയിലുള്ള ആൾക്കാർ. ഞങ്ങളുടെ പേരെന്തെയും? റഫീഖ് സാഹിബാണ് നമ്മളിപ്പുറം ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. എന്തോ സ്പെഷ്യലാണ് ഇന്ന്? ടാറ്റോസിന്റെ ആണ്, നമ്മൾ ചെക്കന്മാരതാണ്. ഓക്കെ, അടിപൊളി നോമ്പറാണ്. അപ്പൊ ഗൈസ് നമ്മളെ കുട്ടിപ്പട്ടാളത് അവിടെ ഉണ്ട്. എല്ലാവരും ഒരു ഹായ് പറ. അങ്ങോട്ട് വാ. അപ്പൊ ഗൈസ് ഇനിയാണ് ഇതിന്റെ മെയിൻ സാധനം. നോമ്പ് തുറക്കേണ്ടി ഇത് ചെക്കന്മാരതൊക്കെ സെറ്റ് ആക്കുന്ന പരിപാടിയിലാണ്. ഇത് നമ്മളെ മറ്റേ കല്യാണ വ്ലോഗിലുള്ള പേര് ഫായിസ് ഖാൻ. അവിടെ നമ്മളെ മഞ്ഞ വത്തക്ക ജ്യൂസ് റെഡിയാക്കുന്ന ാണ്. ആഷിക്കാതെ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് വയ്ക്കുക. അതായത് ഇതൊന്ന് വീഡിയോ എടുക്കുക. ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ചായ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഇവിടെയാണ് നമ്മളെ സമൂസയും കാര്യങ്ങളൊക്കെ. സമൂസ, ചോറ്, വത്തക്കൊക്കെയും ബീഫും കുറച്ച് വത്തക്കയും. യൂസഫ് ഖാൻ ഉണ്ട് നമ്മളെപ്പുറം. യൂസഫ് ഖാ, ഇന്നത്തെ നോമ്പർ നമ്മൾ പൊളിക്കല്ലേ? അടിച്ചു പൊളി. മൊഞ്ചനാണ് ഗൈസ്. അതെ, അന്ന് കല്യാണ വ്ലോഗിനല്ലേ. ഹായ് മാൻ, അസ്സലാമു അലൈക്കും. അപ്പോ നല്ല ഔട്ട്ഫിറ്റ് ഡ്രിപ്പാണ് ഇന്നത്തെ ട്രിപ്പ്. ഇതെന്താകുമ്പോ ഇത് മറ്റേ ബാഗി ടീഷർട്ടും ബാഗി പാൻറ്റും അല്ലേ? നൈസ്. ഞാൻ ബാഗി ഒന്നല്ല ഗൈസ്. നീ ശരിക്കും മൂക്കുത്തി വീണോ? മരം അടിച്ചു വീണില്ലേ? ഇതിങ്ങനെ അല്ലാ റെഡി ആകട്ടെ. എങ്ങനെ എന്തായി സംഭവം? മരം അടിച്ചപ്പോ അടിച്ചു വീണ്. മണ്ണിനെ അടിച്ചു വീണ്. അതൊക്കെ വലിക്കാൻ പോകുന്നത് ഒരാൾ പറഞ്ഞു. ഇന്നത്തെ നോമ്പ് നമ്മൾ പൊളിക്കല്ലേ? പൊളിക്കും. അടിപൊളി ആക്കട്ടെ. ഫ്രഷ് മാർക്കറ്റിന്റെ മാനേജർ. ചെറിയ ആളല്ല, വലിയ നോമ്പർക്ക് ഫുള്ള്. അതാ പറഞ്ഞു. ഉഷാറാണ്. മക്കളൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ ചെറുതും വലിയ എല്ലാ 10-22 വയസ്സ് വരെയുള്ള മക്കളൊക്കെ എല്ലാവരും അടിപൊളിയാണ്. ഇരുന്ന് തുടങ്ങിയില്ലേ ഗൈസ്? 6:30 ആവാനായി. എല്ലാം ഇരുന്ന് തുടങ്ങി. എടെ കുറച്ചോ ഉണ്ട് സാറിലേക്ക്. നമ്മളെ നൗഷാക്കാണ്. നൗഷാക്ക പറഞ്ഞിട്ടാണ് നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു 8 മാസം മുന്നേ അക്കുഡേറ്റിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ വെറുതെ പറഞ്ഞു. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ വലിയൊരു യൂട്യൂബറൊക്കെ ആകുമ്പോൾ ഒരു വിലയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം.
ഓക്കെ. ഓ അതാണ് ഞാൻ കുറച്ച് മുന്നേ മറ്റേ ബൈസപ്പ്, നിങ്ങളെ ബൈസപ്പ് ഒന്ന് ഫ്ലെക്സ് ചെയ്യണം. ബൈസപ്പ് ഒന്ന് ഗൈസ്, ജിമ്മാണ് ഗൈസ്. ഓ ഫുൾ ജിമ്മാണ്. തോന്നായിട്ട് തിരിഞ്ഞായിരുന്നു. ഇത്രയും നേരം വീഡിയോയിൽ വരാത്ത ആൾക്കാരെ കൊടുക്കേണ്ടിട്ട് ഞാൻ ഇപ്പുറത്ത് കൂടി ആരും അറിയാണ്ട് പോകാനുള്ള പരിപാടിയാണ്. പക്ഷെ അത് മിക്കവാറും ഫ്ലോപ്പ് ആവും. ഗൈസ് ഇവിടെ ഉള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ജനകോടികൾ നമ്മെ കാപ്പായി മാറ്റിയ ജന്മഗൃഹമല്ലോ. അടിപൊളിയായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് വമ്പൻ പരിപാടിയാണ്. നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കി എല്ലാരും കാണാം. അപ്പോ ഇന്നത്തെ നോമ്പറ നല്ല അടിപൊളി ഫുഡൊക്കെ അടിച്ച് എല്ലാവരും ഹൈറിംഗ് പരിപാടിയൊക്കെയാണ് ഗൈസ് ഓൺലൈനിൽ. അതെ, അപ്പൊ ഇനിയിങ്ങനെ പറയണ്ടടാ, അതിന് നല്ല വിവരം വേണം. അപ്പോ അതെ അതെ അതെ. എന്തൊക്കെയാണ് ഹാല്? അൽഹംദുലില്ലാഹ്. പിന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഗൾഫിൽ വന്നിട്ട്. അടിപൊളി. അപ്പൊ ഇന്നത്തെ നോമ്പറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഗൾഫിൽ പോയിട്ട് നാടൊക്കെ മിസ് ചെയ്തിനോ? നിങ്ങളെ എവിടെയായിരുന്നു ഗൾഫില്? ദുബായില്. അപ്പൊ ഗൈസ് നമ്മളെ ദുബായിൽ ഇപ്പം വൻ യുദ്ധമാണ്, നിങ്ങൾക്ക് അറിയാലോ, ബോംബൊക്കെ ഇടുന്ന സമയമാണ്. അപ്പൊ മൊഞ്ചനായില്ലോ. എന്താണ് പേര്? എൻ്റെ പേര് മൊയിൻ. അടിപൊളി. ഇന്നത്തെ നോമ്പറൊക്കെ അടിച്ചു പൊളിക്കാൻ പോലെ അടിച്ചുപൊളി ഉഷാറാക്കണം. നോമ്പ് തുറക്കാനുള്ള ആൾക്കാരൊക്കെ വരുന്ന വഴിയാട്ടോ. എല്ലാവരും ഓൺ ദ വേ ആണ്. ഇനി നോമ്പ് തുറക്കാനുള്ള പരിപാടികളിലേക്കാണ്. ഹായ് മച്ചാനെ, എന്താ പേര്? മുഹമ്മദ് സിദാനാണ്. നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഗായ്സ്, നോമ്പ് തുറക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്ന പരിപാടിയിലാണുള്ളത്. അപ്പോഴാണ് മച്ചാനെ ഒരു ഗ്ലാസ് പൊട്ടിയത് ഓഡിയൻസിൽ നിന്ന്. നല്ല ഒച്ച ഉണ്ടായിരുന്നു. എല്ലാവരും കോൺസെൻട്രേഷനും അതിലേക്കായി. പിന്നാണ് നമ്മളെ ഹീറോന്റെ എൻട്രി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി മുതൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിന്റെ അകത്താണ്. ഇതാകുമ്പോൾ പിന്നെ എനിക്ക് ഒറ്റക്ക് എടുക്കുകയും ചെയ്യാം, നമ്മളെ ക്യാമറമാനെ ഡിപ്പെൻഡ് ചെയ്യണ്ട. അപ്പൊ ഇനി ഇത് നമ്മൾ ചെസ്സിലേക്ക് നമ്മളിതിങ്ങനെ ഇത് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിന്റെ അകത്താണ് എടുക്കുക. പിന്നെ പള്ളിന്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗായ്സ്, കണ്ണങ്കരയിൽ ചെക്കന്മാർ ഹോസ്റ്റ് ചെയ്ത ആദ്യത്തെ നോമ്പ് പറയാണ്. കുട്ടികളെല്ലാവരും എക്സൈറ്റഡ് ആണ് നമ്മളെ അടിപൊളി വെറൈറ്റി ഡിഷൊക്കെ ട്രൈ ചെയ്യാൻ. അപ്പൊ അങ്ങനെ അവസാനം എല്ലാവരും കാത്തു നിന്ന പോലെ ബാങ്ക് കൊടുത്തു കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നോമ്പ് പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളോട്ട് ഇനി പോകാൻ പോകുന്നത് ഫുഡ് അടി ഗായ്സ്. അപ്പോൾ ഇനി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫുഡ് അടിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല അടിപൊളി ചിക്കൻ സമൂസയും കുറച്ച് മന്തി റൈസും ബീഫും ആണ് ഞാൻ എടുത്തത്. പിന്നെ അതിന് കൂട്ടാനായിട്ട് നല്ല അടിപൊളി മഞ്ഞ വത്തക്കൻ്റെ ജ്യൂസും. അപ്പോൾ ഗായ്സ്, നമ്മളെ പള്ളിയിലെ നോമ്പ് പറയുന്നത് അടിപൊളി മഞ്ഞ വത്തക്കൻ്റെ ജ്യൂസും മന്തി റൈസും ബീഫും വത്തക്കയും ഒക്കെ ആയിട്ട് പിന്നെ ചിക്കൻ സമൂസയൊക്കെ ആയിട്ട് നമ്മൾ പോയി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയാണ് അടുത്ത കലാപരിപാടികൾ. അപ്പോൾ ഗായ്സ്, നോമ്പുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ സബാട്ടി ഫുള്ള് ക്ലീൻ ആക്കുന്ന പരിപാടിയാണ്. പിന്നെ ഹയറായിട്ട് നോമ്പ് കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് ഫുള്ള് എല്ലാവരും നിസ്കരിച്ചൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ അടിപൊളിയായിട്ട് നോമ്പറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിസ്കരിച്ച് എല്ലാവരും ഇറങ്ങി ഞാൻ മൈക്കും ട്രൈപ്പോഡും ഒക്കെ എടുത്ത് അടുത്ത പരിപാടിയിലേക്ക് പോയിട്ടോ. ഗായ്സ്, നമ്മൾ സാധനമൊക്കെ ഫുള്ള് പാക്ക് ചെയ്തിട്ടോ. അങ്ങോട്ട് വന്ന ലോറി ഫുള്ള് പാക്കൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി ലോറിയിൽ ഫുള്ള് പാക്ക് ചെയ്തിട്ട് തിരിച്ച് ഗോഡൗണിലോട്ട് പോയി തറവാട്ട് പോയിട്ട് വേണം ഫുഡ് അടിക്കാൻ. അപ്പൊ ഗൈസ്, എല്ലാരും പോവാട്ടോ. സബാട്ടി ഒരു ബായ് പറഞ്ഞേക്ക്. ചോറിനാ വരും, ഇങ്ങോട്ട് തന്നെ വരൂ. ഓക്കെ ഓക്കെ ഓക്കെ. ബായ് അല്ല ഫുഡ് അടിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ സബാട്ടി പോയിക്ക്. അങ്ങനെ സംഭവങ്ങളെല്ലാം കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ് ഗൈസ്. അതാണ് നമ്മുടെ തറവാട്. തറവാട് എന്ന് പറയുന്ന ഒരു ഹിഡൻ സ്പോട്ടാണ്. ഒരു ഡെൻസ് ഫോറസ്റ്റിലുള്ള ഒരു സ്പോട്ടിലോട്ടാണ് കേട്ടോ നമ്മളെല്ലാ ചെക്കന്മാരും കൂടി പോകാൻ പോകുന്നത്. അപ്പൊ നമ്മളെ നോമ്പറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നൗഷാദ് ക എല്ലാ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ പുറത്ത് പോയിട്ട് തട്ടാനുള്ള പരിപാടി കേട്ടോ. ഉണ്ട് തോന്നുന്നു. അപ്പൊ ഗായ്സ്, നമ്മൾ ഫുള്ള് നോമ്പറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് തറവാട്ടിലേക്ക് പോവാണ്. അത് നമ്മളെ ലൊക്കേഷന്റെ പേരാട്ടോ. ഭയങ്കര
ആൾക്കാരാണ് ഗൈസ്. ടാറ്റ ക്ലിയർ ആണോന്ന് അറിയില്ല, രാത്രിയാണ്. അപ്പം നമ്മളെന്തായാലും തറവാട് എന്ന് ഇവർ നിക്നെയിം വെച്ച ലൊക്കേഷനിലോട്ട് പോകും. നല്ല അടിച്ച് പൊളി ഫുഡടി വിത്ത് ആൾക്കാരുടെ എന്താ പറയുക അടിപൊളി മൊമെന്റ്സും വൈബും ചെക്കന്മാരുടെ വൈബൊക്കെ ആയിട്ട് ഇന്നത്തെ വ്ളോഗ് നമ്മൾ എൻ്റെ ഗായ്സ്. അപ്പോൾ നമ്മളുടെ കണ്ണങ്കര ചെക്കന്മാരെ നല്ല അടിപൊളി തകർപ്പൻ നോമ്പ് തുറയാണ്. അങ്ങനെ ഗായ്സ് ഇവരെല്ലാവരും തറവാട് എന്ന് വിളിച്ച് നമ്മളെ ലൊക്കേഷനിലോട്ട് എത്തി. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ബേസിക്കലി ഒരു 18-20ഓളം ബൈക്കും സ്കൂട്ടികളും ഒക്കെ. അങ്ങനെ ഗായ്സ് നമ്മൾ ലൊക്കേഷൻ എത്തി. അവിടെ നമ്മളെ ചിക്കൻ ബിരിയാണിയും നമ്മുടെ മജ്ബൂസും എല്ലാം ഡ്രോപ്പ് ചെയ്ത് നമ്മളെ തറവാട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടോ ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട്. ഗായ്സ് നമ്മൾ തറവാട്ടിലെത്തി. ഇനിയാണ് ശരിക്കുള്ള കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഇവിടുന്നാണ് നമ്മള് എന്താ പറയാ ഫുഡടിയും പിന്നെ ബാക്കിയുള്ള കലാപരിപാടികളും. ഒരുപാട് ആൾക്കാരെ ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടില്ല, ഉസ്താദ് ഉൾപ്പെടെ. അത് സംഭവം എന്ന് വെച്ചാൽ മൈക്ക് വർക്ക് ചെയ്യായിട്ടാട്ടോ. അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ച സമയത്ത് മൈക്ക് വർക്കിംഗ് അല്ലായിരുന്നു, മൈക്ക് ഓൺ അല്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ ഓഡിയോ ക്ലിയർ ആയില്ല. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ ഭായിമാരും നമ്മളോട് സംസാരിച്ചിരുന്നു, ഉസ്താദ് നമ്മളോട് സംസാരിച്ചിരുന്നു, പിന്നെ പള്ളി കമ്മിറ്റിയിലുള്ള ആൾക്കാർ നമ്മൾ സംസാരിച്ചിരുന്നു, ഈ ഇക്കാക്ക് നമ്മളോട് സംസാരിച്ചിരുന്നു. ഇവരൊന്നും നമ്മൾ ആഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ മൈക്ക് വർക്കിംഗ് അല്ലായിരുന്നു, കണക്റ്റഡ് അല്ലായിരുന്നു. അപ്പോൾ ഒരു നോയ്സും ഇല്ല, ഒരു ഓഡിയോ ഇല്ല. അതുകൊണ്ടാട്ടോ ഇവരൊന്നും ആഡ് ചെയ്യാൻ. അപ്പോൾ ഗൈസ് ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്യുന്നത്, ഒരു നോമ്പ് തുറ വ്ളോഗ്. നമ്മുടെ കണ്ണങ്കര നല്ല അടിപൊളി നോമ്പ് തുറനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാണ്ടി. പിന്നെ ബാക്കിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദാനിഷ് ടോക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ ഗൈസ്. പിന്നെ ഗൈസ് മേക്ക് ഷുവർ ടു ചെക്ക് ഔട്ട് മൈ അതർ വ്ളോഗ്സ്. ഒരുപാട് ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാവരും അത് ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ. ഇന്നത്തെ വ്ളോഗിന്റെ വിശേഷം ഇത്രേ ഉള്ളൂ.